നമസ്കാരം. ചരിത്ര പ്രസിദ്ധമായ തിരുവല്ല കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അധികൃതരുടെ അവഗണനയിൽ നാശോന്മുഖമാകുന്നുവെന്ന പരാതിയുമായി ജനങ്ങൾ. കാലപ്പഴക്കവും കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താത്തതും മൂലം ക്ഷേത്ര ഗോപുരവും മണ്ഡലങ്ങളും ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മേജർ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ക്ഷേത്ര പുനരുദ്ധാരണം ആവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് ഭക്തജനങ്ങൾ. നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്രവുമുള്ള ക്ഷേത്രമാണ് അധികൃതരുടെ അവഗണന മൂലം ജീർണാവസ്ഥയിലേക്ക് നീങ്ങുന്നത്. എൻ്റെ പേര് അജിത് കുമാർ. ഞാൻ ഇവിടെ തന്നെ കവിയൂരുള്ള ആളാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് ക്ഷേത്രത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 2016-17 ശേഷം ഇവിടെ യാതൊരു അറ്റകുറ്റപ്പണിയും ഒരു ഓട് പോലും മാറ്റിയിടാൻ ദേവസ്വം ബോർഡ് തുനിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിഴക്കേ ഗോപുരത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് വന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കേ ഗോപുരത്തിൻ്റെ ഒരു തൂണ് ദ്രവിച്ചിട്ട് അത് സൈഡിലേക്ക് ചരിഞ്ഞ് വീഴാവുന്നൊരവസ്ഥയിൽ നിന്നു. അപ്പോൾ അത് എപ്പോഴും ആൾക്കാർ കടന്നു പോകുന്നതാണ്. ദിവസേന നൂറുകണക്കിന് ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആരുടെയെങ്കിലും ദേഹത്ത് വീണ് കഴിഞ്ഞാൽ വരാവുന്ന അപകടം ചൂണ്ടിക്കാണിച്ചു, പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ച് അവസാനം മെമ്പറെ ഇടപെടുന്ന ഒരവസ്ഥ വരെ, മെമ്പറെ വരെ വിളിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ വന്ന് നോക്കി അതിനിപ്പോൾ ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാവുന്നതാണ്. ബാക്കിയുള്ള ഈ കിഴക്കേ ഗോപുരത്തിൻ്റെ അടക്കം 4 ഗോപുരത്തിൻ്റെയും വാതിലുകൾ വലിയ ആനവാതിലുകളാണ്. ഈ ആനവാതിലുകളെല്ലാം തന്നെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ്. മുഴുവനായിട്ട് തുറന്നു കഴിഞ്ഞാൽ തല വീഴാവുന്ന അവസ്ഥയിലും ഒക്കെയാണ് പലതും. ചിലത് ശരിക്കും അടയ്ക്കാനൊക്കാത്ത രീതിയിലുണ്ട്. അതുപോലെ പിന്നെ പടിഞ്ഞാറ് വശത്തെ മതിലൊരു 30 മീറ്ററോളം നീളത്തിൽ ഇടിഞ്ഞു പോയിട്ട് ഇപ്പം 4 കൊല്ലമായി. ഒരു മഴക്കാലത്ത് ഇടിഞ്ഞു പോയതാണ്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മതിലും കൂടെ ഇടിഞ്ഞു പോകാനും പടിഞ്ഞാറെ ഗോപുരം അടക്കം താഴേക്ക് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുക്കുക. ഓംബുഡ്സ്മാൻ അടക്കമുള്ള സ്ഥലത്ത് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെ ഒരു നടപടി, ഒരു കൊല്ലത്തിൽ മേലിലായിട്ട് പരാതികൾ പലത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ പത്രവാർത്തകൾ പലത് വന്നതാണ്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടാണ് താഴെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ സൈഡിൽ കൂടാണ്. ആ ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലത്ത് മതിലിന് വീണ്ടും കേടുവരികയാണെങ്കിൽ വലിയ തോതിലുള്ള ആളപായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തിട്ടും ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർക്ക്, അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് യാതൊരു നീക്കവും ഉണ്ടാവുന്നില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്കുമാടം പൂർണ്ണമായിട്ട് 7000-ഓളം വിളക്കുകളുണ്ട്. അതിനെ ഒരു പ്രാവശ്യം ആനന്ദോവൻ സാർ ഇരുന്ന സമയത്ത് അതിന് പിച്ചള പൊതിഞ്ഞ് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടാണെങ്കിൽ ഇതുവരെ നടന്നിട്ടില്ല. അത് ഓരോ പ്രാവശ്യം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ എത്രയായാലും ഒരു 10-40 പ്രാവശ്യം ആൾക്കാർ വഴിപാടായിട്ടുമൊക്കെ കൊളുത്തുന്നതാണ്. ശിവരാത്രിക്ക് ഉത്സവകാലത്തേ ഉള്ളൂ സ്ഥിരമായിട്ട് കൊളുത്തുന്നത്. അപ്പോൾ ഈ ഇട ദിവസങ്ങളിൽ വന്ന് കൊളുത്തുമ്പോൾ മുഴുവൻ നേരം നോക്കി അവസാനത്തെ വിളക്കും കെടുന്ന വരെ നോക്കിയില്ലെങ്കിൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോ വിളക്കും കെടുത്തുകയാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഊട്ടുവര. ക്ഷേത്രത്തിലെ ഊട്ടുവരയിൽ 2019 ശേഷം ഇവിടെ ഊട്ടുവര ഉപയോഗിക്കാൻ നോക്കുന്നില്ല. 2014-15 കാലത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഊട്ടുവര മുഴുവനായിട്ട് റിനോവേറ്റ് ചെയ്ത് നല്ല ടൈലും ഇട്ട് മുകളിൽ ഫോൾ സീലിംഗും ഒക്കെ ഇട്ട് 80ഓളം സ്റ്റീൽ മേശകളും 350 പ്ലാസ്റ്റിക് കസേരയും എല്ലാം പുതിയതായിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഇതിനകത്ത് പകുതി സാധനം പോലും അകത്തുണ്ടെന്ന് തോന്നുന്നില്ല. പല സാധനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇലക്ട്രിക് കണക്ഷൻ പോലും ഇല്ല. പല പ്രാവശ്യം പറഞ്ഞിട്ട് ഓട് മാത്രം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ വളരെയധികം പണം നഷ്ടം ദേവസ്വം ബോർഡിന് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-50 കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പുറത്തെ കുളത്തിന് പ്രശ്നമുണ്ട്, അകത്തെ കുളത്തിന് പ്രശ്നമുണ്ട്. കാലാകാലങ്ങളായി നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പ്രധാന കാരണം. ശബരിമലയും ആറന്മുളയും കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏറ്റവും അധികം വരുമാനം ലഭ്യമാകുന്ന ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രത്തിനുള്ളിലെ കുളം കാടുകയറി നശിച്ച നിലയിലാണ്. മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ കുളത്തിലെ വെള്ളം ഉപയോഗശൂന്യമായി മാറി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വലിയ മതിൽക്കെട്ടുകൾ പല ഭാഗങ്ങളിലും ഇതിനോടകം ഇടിഞ്ഞു വീണ നിലയിലാണ്. തന്ത്രിമഠവും ജീർണാവസ്ഥ നേരിടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ്, ഓംബുഡ്സ്മാൻ അടക്കം നിരവധി പരാതികൾ നൽകിയതായും ഭക്തർ പറയുന്നു. എന്നാൽ നാളിതുവരെയായും യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്ന പരാതിയാണുള്ളത്. ക്ഷേത്രത്തിലെ വരുമാനത്തിൽ മാത്രമാണ് ദേവസ്വം ബോർഡിന് കണ്ണ് എന്നും ഭക്തർ ആരോപിക്കുന്നു. അധികൃതരുടെ കടുത്ത അനാസ്ഥയ്ക്കെതിരെ വരും ദിനങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ഭക്തജനങ്ങളുടെ തീരുമാനം.